ഇന്ദിരാ ഗ്യാരണ്ടി അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് നമ്മുടെ KSRTCയിൽ കേരളത്തിലെ വനിതകൾക്ക്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളൊരു സ്കീം. അപ്പോൾ അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ശരിക്കും കേരളത്തിന് ഇത് പരിചയമല്ല. നമ്മളെ തമിഴ്നാട്, അതുപോലെ കർണാടക, ഡൽഹി അടക്കമുള്ള ചില സ്റ്റേറ്റുകളിലൊക്കെയാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് അത്ര പരിചയമില്ലാത്ത സ്കീമാണ്. എനിവേ അത് അനൗൺസ് ചെയ്തു. ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മുടെ ജോണും ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് KSRTC സബ്മിറ്റ് ചെയ്തൊരു പാനലിൽ അവർ കൊടുത്ത പ്രധാനപ്പെട്ട സജഷനായ ഒന്ന്, KSRTCയിലുള്ള യാത്ര ഓർഡിനറി ട്രാവലിന് മാത്രമാണ്, ആർക്കില്ല, ദീർഘദൂര യാത്രക്കാർക്കില്ല. അപ്പോൾ അപ്പോൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞിരുന്ന കുറേ ആൾക്കാരുണ്ട്, ഇനി പെണ്ണുങ്ങൾ ഒക്കെ വന്നിട്ട് എന്താ നമ്മുടെ KSRTC മൂന്നാർക്കും അതുപോലെ വാഗമണ്ണുക്കൊക്കെ എന്ത് ചെയ്യുക, KSRTCയിൽ ട്രിപ്പ് അടിക്കാം, ഗവിയിലേക്കൊക്കെ ട്രിപ്പ് അടിക്കാന്നുള്ള കുറേ സ്കീമൊക്കെ ഇറക്കിനു. അതൊക്കെ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യാൻ പറ്റുന്നല്ലാതെ അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ കഴിയൂല. അതിനുള്ള അത്തരത്തിലുള്ളൊരു വളരെ എന്താ പറയുക, സാമ്പത്തിക അടിത്തറയുള്ള സ്റ്റേറ്റ് ഒന്നല്ല കേരളം എന്നുള്ള എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എന്താ ഇതുവരെ ഉണ്ടായിരുന്ന കടക്കണിയുടെ 100 ഇരട്ടിയാണ് അധികരിച്ചിട്ടുള്ളത്. നേരെ ഇരട്ടിയാണ് 100% വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം സാഹചര്യം നടക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എനിവേ ഇതൊരു ഓർഡിനറി ട്രാവൽ, അതായത് സാധാരണക്കാരെ വീട്ടമ്മമാർ, അതുപോലെ ഓഫീസിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, അവർക്കൊക്കെ ഇതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ 2-3 കാര്യങ്ങൾ ഇത് പറയാനുണ്ട്. കാരണം ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിപ്പോർട്ട് നമ്മുടെ നിയമസഭയിൽ നമ്മുടെ VT ബൽറാം, നമ്മുടെ കോൺഗ്രസിൻ്റെ തൃത്താല MLA ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നടപ്പിലാക്കുമ്പോൾ മലബാർ ബെൽറ്റിലുള്ള ജില്ലകൾക്ക് അത് എങ്ങനെയാണ് ഇതൊരു അവഗണനയായി വരുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ബെനിഫിറ്റ് നേരിട്ട് കിട്ടാതിരിക്കുന്നത്, ഒരു സോഷ്യൽ ഈക്വിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് മലബാർ റീജിയനിലുള്ള ജില്ലകൾക്ക് കിട്ടാതെ പോകുന്നത് എന്നുള്ള കാര്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ KSRTCയുടെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാൻ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാം. RT പ്രകാരം KSRTC അനൗൺസ് ചെയ്ത, KSRTC കൊടുത്ത റിപ്പോർട്ട് പ്രകാരം 2022 റിപ്പോർട്ട് പ്രകാരം ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ചില ഇതിൻ്റെ ഒരു ഇനീക്വാളിറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ തിരുവനന്തപുരത്ത് 20 ഡിപ്പോളാണുള്ളത്, KSRTC ഡിപ്പോളാണുള്ളത്. അവിടെ ടോട്ടൽ ഉള്ളത് 2022 കണക്കാണ് 1413 ബസ്സുകളാണ് KSRTC സ്വന്തമായിട്ടുള്ളത്. അതിനി മലപ്പുറത്ത് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയാണ് ഇത് മലപ്പുറം. ഞാൻ 2-3 ജില്ലകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പട്ടിക നോക്കാവുന്നതാണ്. മലപ്പുറത്ത് വെറും 4 ഡിപ്പോളാണുള്ളത്. ഓക്കെ, ആ 4 ഡിപ്പോകളിലുള്ള ബസ്സിൻ്റെ എണ്ണം 163 ബസ്സാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് മലപ്പുറം എന്ന് പറഞ്ഞാൽ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ്. ഇത് കോഴിക്കോടിലേക്ക് പോകുമ്പോഴും സമാനമായി തന്നെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇനി കാസർഗോഡുള്ള ആകെ 2 ഡിപ്പോണുള്ളത്. ടോട്ടൽ ബസ്സുകളുടെ എണ്ണം 140ആണ്. അപ്പോൾ ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലബാറിലുള്ള സ്ത്രീ ജനങ്ങൾ, അവർക്കൊന്നും ഇതിൻ്റെ ബെനിഫിറ്റ് വേണ്ടേ? അവരൊന്നും ടാക്സ് കൊടുക്കാത്ത ആൾക്കാരാണ്. അവരൊക്കെ തവിട് കൊടുത്ത് ഉണ്ടായ ആൾക്കാരൊന്നുമല്ലല്ലോ. നമ്മളൊക്കെ കേരളത്തിലുള്ള സ്റ്റേറ്റ് റൺ ചെയ്യുന്ന എങ്ങനെയാണ്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ എല്ലാ ആൾക്കാരും ഒരുപോലെ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്? നമ്മുടെ സൗത്ത് കേരളത്തിലെ ജില്ലകൾക്കാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, അവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂർ മുതൽ താഴോട്ടുള്ള ജില്ലകൾക്കാണ്. ഇനി നമ്മളിപ്പോൾ അത് മാത്രം പറഞ്ഞാൽ പോരാ, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, KB ഗണേഷ് കുമാർ മൂപ്പരായിരുന്നു കഴിഞ്ഞ ഗതാഗത മന്ത്രി. മൂപ്പര് ഇതിനു മുമ്പും ഗതാഗത മന്ത്രിയായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഫ്ലോറിഷ് ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് അവിടെ മാറ്റിയെടുക്കാം. അദ്ദേഹം വന്നതിന് ശേഷം KSRTC ഒരുപാട് ബസ്സുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 326 ബസ്സുകളാണ് ടോട്ടലുള്ള ബസ്സുകളിൽ. ഗണേഷ് കുമാർ വന്നതിന് ശേഷം പുതിയ ബസ്സുകൾ ഇങ്ങനെ റോട്ടിൽ കറക്കാന്നുള്ളൊരു സ്കീം മൂപ്പർ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ടോട്ടൽ അലോക്കേഷൻ കൂടി നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്താം. തിരുവനന്തപുരത്തേക്ക് 326 ബസ്സിൽ നിന്ന് 156 ബസ്സാണ് തിരുവനന്തപുരം ജില്ലകൾക്ക് മാത്രം കിട്ടിയത്. കാസർഗോഡിന് കിട്ടിയ ബസ്സിൻ്റെ എണ്ണം 6 എണ്ണമാണ്. ഇതും RTI പ്രകാരം കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പോൾ ഇനി മലപ്പുറം ബാക്കിയുള്ള ജില്ലകളുടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ എവിടെ ഉണ്ട്? നമ്മുടെ മലബാറിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത്തവണത്തെ UDFന് ഏറ്റവും കൂടുതൽ MLA സംഭാവന ചെയ്ത ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. 16 MLA കിട്ടിയത്. കോഴിക്കോട് 12 MLA തോന്നുന്നു. അതിന് വയനാട്,
അങ്ങനെ ഒരുപാട് ജില്ലകളിൽ ഇതേ സെയിം സ്കീമാണുള്ളത്. മാത്രമല്ല തിരുവനന്തപുരത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ സദേൺ ബെൽറ്റിലുള്ള ആൾക്കാർ ബഹുഭൂരിഭാഗവും സർക്കാർ ജോലിക്കാർ, വീട്ടമ്മമാരുടെ കേസാണ്. അല്ലാത്തവരുണ്ട്, ഇടുക്കിയിലൊക്കെ ഉള്ള സാധാരണക്കാരായ ആൾക്കാരുണ്ട്. പക്ഷേ കമ്പയർ കമ്പയർ ടു നോർത്ത് അല്ലെങ്കിൽ മലബാർ ബെൽറ്റുകൾ നോക്കുമ്പോൾ അവർ അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരും വീട്ടുജോലി ചെയ്യുന്ന മറ്റ് ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന സ്ത്രീകളാണ് ഉള്ളത്. എന്നാൽ ഇനി നമ്മൾ ഗവൺമെൻറ്റിന് സ്കീം കൊടുക്കുമ്പോൾ ഏറ്റവും നമ്മൾ മുന്നിൽ കാണേണ്ട അണ്ടിൽ ടു ദ ലാസ്റ്റ് വൺ എന്നാണല്ലോ ഗാന്ധിജിയുടെ ഒക്കെ മുദ്രാവാക്യം. അവസാനത്തെ ആളിലേക്ക് വരെ എത്തണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വരുമ്പോൾ ഈ വയനാട്, അതുപോലെ ഇടുക്കി, അതുപോലെ വളരെ ഉൾനാടൻ പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. അവിടേക്കൊക്കെ അവിടുത്തെ കുട്ടികൾക്കും അവിടെയുള്ള വീട്ടമ്മമാർക്ക് ബെനിഫിറ്റ് കൊടുക്കണ്ടേ? എന്നാലല്ലേ അവരൊക്കെ അവരോടും നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് KSRTC ട്രാവൽ ചെയ്യാൻ. ഇനി നമ്മളെ നാട്ടിലത്തെ ഒരു സ്കീം പറഞ്ഞുതരാം. ഞാൻ നിൽക്കുന്നത് നമ്മളെ മലപ്പുറമാണ്. മലപ്പുറം കരുവാരക്കുണ്ടാണ്. ഇപ്പം ഞങ്ങളെ റൂട്ടിലെ പ്രധാനപ്പെട്ടൊരു റോഡ് ഏരിയയാണ്. അത്യാവശ്യം നല്ല ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഏരിയയാണ് കരുവാരക്കുണ്ട് ടു മഞ്ചേരി. ആ റോഡിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു KSRTC ബസ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. 1-2 എന്നോ കാലത്ത് ഉണ്ടായിരുന്നു, പോയി, അതൊക്കെ നിന്നിക്കണ്. ഇപ്പം ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളൊക്കെ ഫുൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രൈവറ്റ് സെക്ടറിലുള്ള ജോലിക്കാർ, പ്രൈവറ്റ് സെക്ടറിലുള്ള ബസ് സർവീസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങളൊരു കൂപ്പൺ സ്കീം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, പ്രൈവറ്റ് സെക്ടറിലുള്ള ബസ് ജീവനക്കാരോട് എന്ത് ചെയ്യുക, നിങ്ങൾ കൂപ്പൺ വാങ്ങിയിട്ട് വിതരണം ചെയ്യും. നമുക്കും എന്ത് ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. KSRTC മുഖേന മാത്രമല്ലല്ലോ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ബെനിഫിറ്റ് എല്ലാവരിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ സ്കീം അനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം കിട്ടും. എനിവേ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ ഈക്വിറ്റി എന്ന് പറയുന്ന, അത് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ലീഗിൻ്റെ MLA-മാരെയൊക്കെ നന്നായിട്ട് നമ്മൾ സ്തുതിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ ആയിരുന്നല്ലോ കാലാകാലങ്ങളായിട്ട് നമ്മുടെ മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു ഭരിച്ചിരുന്നത്. അവരൊന്നും കാര്യമായിട്ട് ഇതിന് ഇടപെട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ പരിശോധിച്ച് മനസ്സിലാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്നോ എത്രയോ സർവീസുകൾ ഇവിടെ നമ്മുടെ മലബാർ റീജിയനിക്ക് വരേണ്ടതല്ലേ. അപ്പോൾ അവരും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദികളാണ്. അതാണ് ഇതിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ രാഹുൽ ഗാന്ധി നിരന്തരം പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ടാക്സുകളൊക്കെ പിരിച്ചിട്ട് എന്ത് ചെയ്യുക, നോർത്ത് ഇന്ത്യൻ കമ്പനികൾ, ഗുജറാത്ത് മാഫിയ ഒക്കെ അടിച്ചുകൊണ്ട് പോവാണ്. അല്ലെങ്കിൽ UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള സ്റ്റേറ്റുകൾക്ക് സൗത്തിൽ നിന്ന് കിട്ടിയ ടാക്സും അതിൻ്റെ ബെനിഫിറ്റ്, മണിറ്ററി ബെനിഫിറ്റ് കംപ്ലീറ്റ് ആർക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? നോർത്തേൺ ബെൽറ്റിലുള്ള സ്റ്റേറ്റുകൾക്കാണ്. സദേൺ ബെൽറ്റിനെ പരിഗണിക്കുന്നില്ല എന്ന് സ്ഥിരമായിട്ട് സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും, ഇനി വേണ്ട നമ്മുടെ പിണറായി വിജയനും, ഇനി കർണാടകയിലുള്ള സിദ്ധാരാമയും DK ശിവകുമാറും രേവന്ത് റെഡ്ഡി അടക്കം എല്ലാവരും പറയുന്നുണ്ട്. അതേ സ്കീം തന്നെയല്ല ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഈ ഒരു സെക്ടർ മാത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അതേ ഒരു ഇറഗുലാരിറ്റി, ഒരു ഇനീക്വാലിറ്റി ഇവിടെ കാണുന്നില്ലേ എന്ന് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? രാഹുൽ ഗാന്ധിയുടെ ജിത്നി ആബാദി ഉത്നാ ഹക്ക് എന്ന് പറയുന്ന ആ മുദ്രാവാക്യമൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന UDF ഗവൺമെൻറ് അത് കൂടി പരിഗണിക്കണമെന്ന് പ്രത്യേകം പറയാണ്.